ഹലോ, ഞാൻ സുനി സജീവ്, രേവതി വെഡിങ് കളക്ഷൻ, പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ, മോട്ര, നിയർ റബ്ബർ സൊസൈറ്റി. ഞാൻ മറന്നു പോകും ഓപ്പോസിറ്റ് രേവതി വെഡിങ് കളക്ഷൻ പറയാനേ. യേശുവിൻ്റെ നാമത്തിൽ ഈ വീഡിയോ കാണുന്ന എല്ലാവരും യേശുമ്പരാൻ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. സർവ്വ നന്മയാലും അനുഗ്രഹിക്കട്ടെ. വചനം വായിച്ചു തുടങ്ങാവേ. കൊലോസിയർ 4:6. ഇത് ഞാൻ എപ്പോഴും വീഡിയോ ചെയ്യുന്നതിന് മുമ്പ് എന്ന് ചെല്ലണം കേട്ടോ. ഒരു വിശ്വാസിയുടെ വാക്ക് എപ്പോഴും കൃപയോടുകൂടിയത്, ഉപ്പിനാ രുചി വരുത്തിയത് ആയിരിക്കണം എന്ന്. അപ്പം നമ്മുടെ നാവിൽ നിന്ന് പുറപ്പെടുന്നത് മറ്റുള്ളവർക്ക് കൃപ അവരെ അനുഗ്രഹത്തിയിട്ട് കൊണ്ടുപോകുന്നതും, അവർക്ക് ഉപ്പ് കൂടുമ്പോൾ രുചി, അതുപോലെ അവർക്ക് സമാധാനവും സന്തോഷം കൊടുക്കുന്ന വാക്കുകളാണെന്ന് എനിക്കൊക്കെ ഇങ്ങനെ ആഗ്രഹമുണ്ട്. പരിശുദ്ധാത്മാവ് എന്നെ അങ്ങ് ആക്കിയാൽ മതി. അതെൻ്റെ ചേട്ട സ്വഭാവത്തിൻ്റെ മെണ്ണക്കെട്ട തുള്ളലും ചാട്ടവും കാണുമ്പോൾ ആൾക്കാർ പേടിച്ചു. എനിക്ക് നാണാവുക. അതൊന്ന് വീഡിയോ പിടിച്ചെങ്കിൽ ഈ ഡാഗിനി നടക്കണ പോലെ ഞാൻ തുള്ളുമ്പോൾ നടക്കണേ. പക്ഷെ അതൊന്ന് വീഡിയോ പിടിച്ച് കാണിച്ചു തന്നെ. നമ്മൾ കൂർക്കം വലിക്കലെന്ന് പറയുമ്പോൾ ആൾക്കാരുടെ വീഡിയോ പിടിച്ചു കാണിച്ചു കൊടുക്കുമെന്ന് പറഞ്ഞ പോലെ ഞാൻ എപ്പോഴും രാത്രി എല്ലാവർക്കും കൂർക്കം വലിയാന്ന് പറയും. എനിക്ക് ഉറക്കമില്ല. എന്നിട്ട് പറഞ്ഞ പോലെ ഇവിടെ 2 കൊരിന്ത്യർ 5:21 പറയാം കേട്ടോ. നാം ക്രിസ്തു യേശുവിൽ ദൈവത്തിൻ്റെ നീതിയാണ്. അതാണ്. അത് കേൾക്കുമ്പോൾ വല്ലതും മനസ്സിലാണല്ലോ. അതെങ്ങനെയാണെന്ന് വെച്ചാൽ, യേശുബ്രാനെ വിശ്വസിക്കുമ്പോൾ യേശുബ്രാൻ്റെ അനുഗ്രഹമെല്ലാം നമുക്ക് കിട്ടും. യേശുബ്രാൻ്റെ അനുഗ്രഹം നമ്മൾ ചെയ്ത പാപങ്ങൾക്ക് പകരം നമ്മളെ ശിക്ഷിക്കാണ്ട്, യേശുവേ ക്ഷമിക്കണം, ഞാൻ ആ തെറ്റ് ചെയ്തു പോയെന്ന് പറഞ്ഞ് മനസ്സ് പുതുക്കി ക്രിസ്തു യേശുവിനോട് ക്ഷമ ചോദിച്ച് മാനസാന്തരപ്പെടുമ്പോൾ പരിശുദ്ധാത്മാവിനെ തരുക. ആ നീതി ക്രിസ്തു യേശു മുഖാന്തരം സൗജന്യ നീതിയിലേക്ക് കയറുക, ദൈവരാജ്യത്തിലാവുക, മക്കളാക്കുക. ദൈവത്തിൻ്റെ ഇന്ന് വലിയ അനുഗ്രഹത്തിയിട്ടാണ് അത്. അപ്പം എപ്പോഴും അഭിമാനപൂർവ്വം പറയണം, ഞാൻ യേശുക്രിസ്തുവിൻ്റെ നീതിയാണ്, ദൈവത്തിൽ യേശുക്രിസ്തുവിൻ്റെ നീതിയാണ്. ക്രിസ്തു യേശു എനിക്ക് വേണ്ടി മരിച്ചത് എൻ്റെ പാവങ്ങൾക്ക് വേണ്ടിയാണ്. യേശുപ്പൻ അടി കൊണ്ടത് എനിക്ക് രോഗസൗഖ്യം കിട്ടാനാണ്, ഞാൻ ദൈവരാജ്യത്തിലാകാനാണ്. യേശു ഭൂമിയിൽ എല്ലാം അനുഭവിച്ചത് എനിക്ക് സുഖിക്കാൻ വേണ്ടിയാണ്. അത് കാരണം ഞാൻ എപ്പോഴും പറയും, എനിക്ക് കഷ്ടപ്പാടും കഷ്ടത ഇഷ്ടേ അല്ല. അപ്പോൾ ഇന്നത്തെ അതിമനോഹരമായ വീഡിയോ സാരിയുടെ കേട്ടോ. അതെ, വീഡിയോ ഇടുന്നതിന് മുമ്പ് ഒരു കാര്യം പറയട്ടെ. ആ രേവതി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഒന്ന് യൂട്യൂബിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഫേസ്ബുക്കിലും ഇൻസ്റ്റയിലും ഫോളോ ചെയ്യണം കേട്ടോ. നിങ്ങളെ നോക്കി സ്വർണ്ണ നാണയമുണ്ട്, ഭാഗ്യശാലിക്ക് അത് കിട്ടട്ടെ. അതുകൂടാണ്ട് നമ്മൾ ഗോൾഡ് സ്കീമൊക്കെ ഉണ്ട്, 11 മാസത്തെ ഗോൾഡ് സ്കീം. അപ്പോൾ ഗോൾഡ് നമുക്ക് നിങ്ങൾ ഒരാൾ ഇന്ന് പൈസ ഇടുകയാണെന്ന് വെച്ചാൽ ആ ദിവസത്തെ ഗോൾഡ് നമ്മൾ അവിടെ ബുക്ക് ചെയ്യും. അടുത്ത മാസം ഇടുമ്പോൾ ആ പൈസയ്ക്ക് ബുക്ക് ചെയ്യും. അങ്ങനെ 11 മാസത്തെ സ്കീമുണ്ട്. പിന്നെ അങ്ങനെ സ്കീമുകൾ 2 സ്കീമുണ്ട്. നിങ്ങൾക്ക് സ്കീം കൂടാൻ ആഗ്രഹമുണ്ടെങ്കിൽ നല്ലതാണ് ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്താൽ. വേറെ ഒന്നുമല്ല, ഇപ്പം അതിന് ഓൾറെഡി വില കൂടിക്കൊണ്ടിരിക്കുമല്ലോ. 100 രൂപ കൂടിയിട്ട് 10 രൂപ കുറയുള്ളൂ. പിന്നെ പിറ്റേ ദിവസം ഒരു 10 രൂപയുടെ കുറയും, പിന്നെ 150 കൂടും, പിന്നെ 25 രൂപ കുറയാത്ത, അങ്ങനെയാണ് പോണേ. അപ്പം നമ്മൾ ലിക്വിഡ് അസറ്റ്, അതൊരു അസറ്റായിട്ട്, എനിക്ക് പെൺമക്കളെ കെട്ടിക്കാനില്ല, അങ്ങനെയൊന്നുമല്ല. നമ്മൾ ആരുടെയും മുമ്പിൽ കൈ നീട്ടണ്ട. നമുക്ക് കാശുണ്ടോ, നമുക്കൊരു വള ഊരി അല്ലെങ്കിൽ ഒരു മോതിരം ഊരി വിറ്റ് നമുക്ക് കാര്യങ്ങൾ നടത്താം. നമ്മളൊരു സ്ഥലം മേടിച്ചിട്ടോ അത് വിൽക്കാൻ ചെല്ലുമ്പോൾ എന്തോ ഒരു കഷ്ടപ്പാട്. ഇന്നത്തെ കാലത്ത് ഒന്നും നമുക്ക് ബാങ്കിലിട്ടാൽ 1 വർഷം ഫിക്സഡ് ഇട്ടാൽ 7% ഇൻട്രസ്റ്റ് ഉള്ളൂ. അപ്പം നമുക്കിത് വർധനവ് കൊണ്ട് ഒത്തിരി അനുഗ്രഹമാണ്. അപ്പോൾ ഗോൾഡ് ഇതിൻ്റെ ഇത് മറക്കരുത്. 9475755564 എൻ്റെ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അതിനെപ്പറ്റി എക്സ്പ്ലെയിൻ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ അതിമനോഹരമായ വീഡിയോ സാരിയുടെ ഇത് കണ്ടോ, ടെസറിൻ്റെ ആട്ടോ. ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് കുറേ സാരി ഇങ്ങനെ കിട്ടി. എല്ലാം ഇതിൻ്റെ ഇപ്പോൾ വേറെ കളറൊന്നുമില്ല, യുണീക്ക് പീസുകളാണ്. അപ്പോൾ അവർക്ക് ഓഫറിൽ കിട്ടിയെന്ന് പറഞ്ഞു. നമ്മളിത് 6000-7000 രൂപയുടെ ടെസറിൻ്റെ സാരി 3999 രൂപയ്ക്കാണ് തന്നത്. ഇത് കാരണം ഇത് വരുന്ന എല്ലാ മനുഷ്യരും ഇപ്പോൾ നമ്മുടെ കടയിൽ വരുന്നവർ ഇത് 1ഉം 2ഉം എടുക്കാണ്ട് പോണേ ആരുമില്ല. കാരണം പ്യുവർ ടെസറിലാട്ടോ. പ്യുവർ ടെസറിൽ ഫുൾ എംബ്രോയ്ഡറി അടിച്ചേക്കും കേട്ടോ. പ്യുവർ ടെസറിൻ്റെ മെറ്റീരിയലാണ്, ഫുൾ എംബ്രോയ്ഡറി. നമുക്കൊരു ഫങ്ഷന് ഇത്രയും എംബ്രോയ്ഡറി ചെയ്യുമ്പോൾ ഈ ടെസറിൻ്റെ ഉറപ്പ് പറയണം നല്ല മെറ്റീരിയലാണേ. കാരണം ഫ്രെയിം വലിച്ചിട്ടല്ല ചെയ്യണേ. പ്ലെയിൻ ബ്ലൗസ് പീസ് കേട്ടോ, അല്ലേ? പ്ലെയിൻ അല്ലേ ബ്ലൗസ് പീസ്. ബ്ലൗസിൻ്റെ കൈയുടെ അടിയിൽ ഇങ്ങനെ വർക്കൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. പ്ലെയിനാണ് ബ്ലൗസ് പീസെങ്കിലും സൂപ്പർ സാരിയാണ്, സൂപ്പർ സാരി. ആകെ വില വന്നതോ 4000 വന്നുള്ളൂ. 3999. അടിപൊളി. ഇതൊക്കെ നോക്ക്, ടെസറിൻ്റെ കനോ ഇല്ല ഇതിനെന്തേ. ആ സീക്വൻസ് വർക്കിൻ്റെ
കുഞ്ഞ് മിറർ വർക്ക്. ഈ ഒന്നൊരു ഭംഗിയാ നോക്കി. അടിപൊളി കളേഴ്സും ആട്ടോ. സൂപ്പർ സംഭവം. ആകെ വില ഇത്രയേ ഉള്ളേ. ഗ്രാൻഡ് സംഭവം ആട്ടോ. നല്ല ഫങ്ഷൻ വെയർ ആണ്. പിന്നെ ടെസറിനെ പറ്റി വിവരിക്കണ്ടല്ലോ, എന്നും കൊന്നും ഫാഷനാണ്. റോസിൽക്ക് വന്നിട്ട് പോയിട്ട്, പക്ഷെ ടെസർ റാണിയായിട്ട് ഇപ്പോഴും നിൽക്കുക. എന്താ അല്ലേ, ഫുൾ എംബ്രോയ്ഡറി. ഇങ്ങോട്ട് നോക്കാം, അടിപൊളി. നമുക്കിത് ടോപ്പും ഷോളും ആക്കാം കേട്ടോ. കുറേ നാൾ കൊടുത്തു കഴിഞ്ഞാൽ ടെസറിൻ്റെ ഇങ്ങനെ എംബ്രോയ്ഡറിയുടെ സംഭവമല്ലേ ഇത്. നല്ല ബോർഡർ ഡിസൈൻ, ഫുൾ എംബ്രോയ്ഡറി, പ്ലെയിൻ ബ്ലൗസ് പീസ്, കൈയുടെ അരികത്ത് ബോർഡർ. അടിപൊളി, നല്ല കളറല്ലേ. ഈ കളറൊക്കെ കാണാനില്ല അല്ലേ. നോക്കി, ടെസറിലായത് കാരണം കനവുമില്ല കേട്ടോ. എത്രയും എംബ്രോയ്ഡറി ഉണ്ട്. നല്ല കളേഴ്സാണ്. ഇന്ന് എടുക്കാൻ വന്നവരെന്നാ പുത്തൻകുരിശല്ല, മുളന്തുരുത്തി എരുവേലിയോ, എരുവേലി എന്നൊക്കെ അല്ല വരുന്നവരെല്ലാം. അപ്പോൾ യേശുവിൻ്റെ കൃപയാൽ അങ്ങനെ വീഡിയോ കാണുന്ന എല്ലാവരും എന്നോട് പറഞ്ഞു, എനിക്ക് ഇങ്ങനെ വെബ്സൈറ്റിലൊന്നും എടുക്കാൻ അറിയാമല്ലോ, ഞാൻ അതൊക്കെ പഠിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിന് എല്ലാവർക്കും കാണുന്ന ഡ്രസ്സ് ഇവിടെ വരുമ്പോൾ കിട്ടിയില്ലല്ലോ. കിട്ടിയില്ലെങ്കിൽ നമ്മൾ അടുത്ത് ഓൺലൈനിൽ എടുത്തു വെച്ചേക്കണം, അടുത്ത വീഡിയോയ്ക്ക് എടുത്തു വെച്ചേക്കണം, അവരെ കാണിച്ചു തരുന്നുണ്ട്. പറഞ്ഞാൽ മതി, നിങ്ങളൊന്ന് നിരാശപ്പെടണം. നമ്മുടെ കടയിൽ വന്നാൽ യേശുവിൻ്റെ കൃപയാൽ കിഴക്കുന്ന പണ്ടേ പ്രാർത്ഥനക്കാർ പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ ശ്രദ്ധിച്ച് കേൾക്കൂട്ടോ അവരെങ്ങനെയാണ് പ്രാർത്ഥിക്കണേന്ന്. അപ്പോൾ നമ്മുടെ കടയിൽ നിന്ന് പ്രാർത്ഥിക്കാവുന്ന നിൽക്കുമ്പോൾ പറയാം, പ്രാർത്ഥിക്കണേ അവർ കിഴക്കുന്നും തെക്കുന്നും വടക്കുന്നും പടിഞ്ഞാറുന്നും ജനം കയറി അനുഗ്രഹിക്കട്ടെ എന്ന്. ഞാനും എന്നും നമ്മുടെ കടയുടെ ഫ്രണ്ടിൽ പോയി യേശുവിൻ്റെ നാമത്തിൽ കിഴക്കുന്നും തെക്കുന്നും വടക്കുന്നും പടിഞ്ഞാറുന്നും ജനം കയറട്ടെ. അപ്പോൾ ഞാൻ മാറ്റയുടെ കിഴക്കും തെക്കും ആട്ടോ ഓർത്തെ. പക്ഷെ ദൈവം, എൻ്റെ ദൈവമോ എൻ്റെ ബുദ്ധിമുട്ടൊക്കെ മഹത്തോടെ തൻ്റെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തു യേശുവിൽ പൂർണ്ണമായും തീർത്തു തരും. ദൈവം അനുഗ്രഹിച്ച മനുഷ്യരെ ഭൂമിയുടെ കിഴക്കും തെക്കുമാണ് ദൈവം കേട്ടത്. നമ്മൾ നമ്മളെ പറ്റിയുള്ള പദ്ധതി ചെറുതാക്കും. ദൈവം നമ്മളെപ്പറ്റി സ്വപ്നത്തിൽ കാണുന്നത് വലിയ പദ്ധതിയാണ്. നല്ല വർക്ക്. അപ്പോൾ ഈ സാക്ഷി ഞാൻ പറഞ്ഞ കേട്ടപ്പോൾ ഇങ്ങനെ അപ്പുറത്തെ വീഡിയോ പിടിക്കാൻ, ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ വീഡിയോ പിടിക്കാൻ ഒരു ഇങ്ങനെ ഏൽപ്പിച്ചേക്കുവാ ഡിജിറ്റൽ മാർക്കറ്റിംഗുകാരെ. അപ്പോൾ ആ പിള്ളേർക്ക് അത് അത്ഭുതമാർന്നത് കേട്ടിട്ട് ഞാൻ പറഞ്ഞു, ഇങ്ങനെ വചനം ക്രിയേറ്റ് ചെയ്തു എന്നൊക്കെ പറഞ്ഞേ. എന്തോ ഒരു മനോഹരമായ എംബ്രോയ്ഡറി. രണ്ട് വശത്തും കട്ട് വർക്കും, ഉള്ളിൽ ഇത് ഇങ്ങനെ എന്ത് രസമുള്ള കളേഴ്സും അല്ലേ. അടിപൊളി കേട്ടോ. പെട്ടെന്ന് എടുത്തോട്ടോ. നമുക്കിനി സെപ്റ്റംബർ വരെ കല്യാണം. നമുക്കിനി ഓഫ് സീസൺ ഇല്ല. സെപ്റ്റംബർ കഴിഞ്ഞാൽ ഒരു ഒക്ടോബർ ഇച്ചിരി നാളത്തേക്ക്. നവംബറിൽ പിന്നെ സീസൺ തുടങ്ങും. ഡിസംബറിൻ്റെയും നവംബറിൽ അപ്പടിയും കല്യാണമല്ലേ ഇച്ചിരി. അപ്പോൾ പെട്ടെന്ന് ഇതൊക്കെ എടുത്തോ. പൗഡർ ബ്ലൂവിൻ്റെ എൻ്റെ അമ്മ എന്നാ വീതിക്കാ കട്ട് വർക്ക് ഈ വിലയ്ക്കൊക്കെ എല്ലാം യൂണീക്ക് പീസാട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും വേണമെങ്കിൽ വെബ്സൈറ്റിൽ ചാടിയെടുത്തില്ലെങ്കിൽ യൂണീക്ക് പീസുകളാണ്. അല്ലാണ്ട് വിളിക്കുമ്പോൾ കിട്ടുവാണെങ്കിൽ തരും, അല്ലെങ്കിൽ വേറെ കളേഴ്സിൻ്റെ ഫോട്ടോ ഇട്ട് തരാൻ പറഞ്ഞാൽ മതി കേട്ടോ. എല്ലാം ഒരേ പീസും ഉള്ളൂ. അത് കാരണമാണ് ഈ വിലയ്ക്ക് കിട്ടിയത്. അവർ വെബ്സൈറ്റിൽ നിന്ന് എടുക്കാൻ പറഞ്ഞപ്പോൾ അവർക്കാകെ സങ്കടം. അവർ 4 പേര് വാട്സപ്പ് കോൾ പ്രതീക്ഷിച്ച് നിങ്ങളുടെ ഇരിക്കണ്ടേ, അങ്ങനെ പറയല്ലേ, അവർക്ക് വേണം ഓർഡർ എന്നൊക്കെയാണ് പറയണേ. നാല് ഓൺലൈൻകാർ നോക്കിയിരിക്കണ്ടേ നിങ്ങളുടെ ഫോൺ കോളിനെ. ഇനി നമ്മൾ ഉടനെ വെബ്സൈറ്റും ഇതൊക്കെ നമ്മുടെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൻ്റെ വെബ്സൈറ്റും ഉടനെ സ്റ്റാർട്ട് ചെയ്യും. സൂപ്പറാണ്, അടിപൊളിയാണ്. ഇന്ന് ഇത്രയും കളേഴ്സ് ഉണ്ടായിരുന്നു അല്ലേ. ഒറിജിനൽ ടെസറാട്ടം സൂപ്പറാണ്. അതിമനോഹരമായിട്ടിരിക്കും. അപ്പോൾ വെബ്സൈറ്റിലെടുക്കാൻ, നമ്മുടെ വെബ്സൈറ്റിൽ കയറി എടുക്കാൻ നല്ല എളുപ്പമാണ്. പുതിയ വെബ്സൈറ്റ് ആക്കി അതെങ്ങനെയാണ് വെബ്സൈറ്റിൽ നിന്ന് എടുക്കണേന്നുള്ള വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് ഇടാൻ പിള്ളേരോട് പറയും.
ഇത് കണ്ടോ, കഴിഞ്ഞ ദിവസം ഇതിൻ്റെ വേറെ പ്രിൻ്റ് ഇട്ടിട്ട് മൊത്തം ഒറിജിനൽ ക്രൈപ്പാട്ടോ, മൊത്തം അടിയായിരുന്നു. നമ്മുടെ ബാന്തിനി ഡിസൈൻ പ്ലെയിൻ ബ്ലൗസ് പീസ്. ഇതല്ലേ ബ്ലൗസ് പീസ്? പ്ലെയിൻ ബ്ലൗസ് പീസ് ബാന്തിനി ഡിസൈൻ. റേറ്റ് എത്രയാണ്? 1790. നല്ല രസമില്ലേ? ആ സൂപ്പറാണ്. 1790. പ്ലെയിൻ ബ്ലൗസ് പീസ്. ഇപ്പോഴത്തെ ഇതൊക്കെ ഭയങ്കര ട്രെൻഡി സംഭവമാണ്. ക്രേപ്പ് ഒറിജിനലൊക്കെ ഇങ്ങനത്തെ സാധനം കൊടുത്തോണ്ടൊക്കെ പോവുക എന്ന് പറഞ്ഞാൽ. ഇത് ചുരിദാറും ഒക്കെ ഇങ്ങനത്തെ അപ്പടിയും പണിത് അപ്പടിയും നമുക്ക് ഓൺലൈനാട്ടോ. ഓൺലൈനിലുള്ളവർക്കാണ് ഇത് ഏറ്റവും ക്രേസ് ഇങ്ങനത്തെ അല്ലേ. ഇവിടെ വരുന്നവർക്ക് അത്രയല്ല, ഓൺലൈൻകാരാണ് ഏറ്റവും ഇത് ഇങ്ങനത്തെ സെറ്റ് അപ്പടി എടുക്കണം. നേവി ബ്ലൂ ബാന്തിനിയാണ്. നേവി ബ്ലൂ പ്ലെയിൻ ബ്ലൗസ് പീസ്. അടിപൊളി അടിപൊളി സൂപ്പർ സംഭവം. യെല്ലോ നല്ല കളർ. ബ്ലൗസ് പീസ് പ്ലെയിൻ. ഇത് നമുക്കിടെ ഒരു പ്രിന്റഡ് ഒരു സെമി ലിനൻ പോലത്തെ സാരിയാണ്. ലിനൻ്റെ ആ ജെറി വർക്കൊക്കെ ഉണ്ട്. ഇതിൻ്റെ വില കേട്ടാൽ നിങ്ങൾ ഞെട്ടും. ഇന്ന് കുറേ വില കുറഞ്ഞുകൂടെ ഉണ്ട് കേട്ടോ. അതിന് സ്കൂളൊക്കെ തുറക്കാൻ പോവാണ്. ഇങ്ങനെ മഴക്കാലത്ത് മഴസാരി ആയിട്ടെല്ലാം ചവിട്ടി പറിച്ച് യൂസ് ചെയ്യാമെന്നൊക്കെ പറയും. നല്ല കളേഴ്സ് ആട്ടോ. 450 ഉള്ളൂ, 450 രൂപയേ ഉള്ളൂ. ഈ ബ്ലൗസ് പീസ് എന്നാ ഇതാണോ? പ്ലെയിനാ? എവിടെയാ? ഇതല്ലേ ബ്ലൗസ് അല്ലേ? ഇല്ല, ഇതിൻ്റെ ഉള്ളിൽ എവിടെയാ? ഇതാ ഈ പ്രിന്റ് തന്നെയാട്ടോ ബ്ലൗസ്. ഒരു ബേജ് കളറ് ബ്ലൗസൊക്കെ ഇട്ടാൽ പോരെ. കട്ട് വർക്കിൻ്റെ നമ്മുടെ ആ ബേജിൻ്റെയോ അങ്ങനെ, അല്ലെങ്കിൽ പ്രിന്റ് തന്നെ മുറിക്കാണ്ടേ ഈ കളറോ ഏതെങ്കിലും എടുത്താൽ മതി. 450 രൂപ. പിന്നെ നമുക്ക് அப்படி കാണാൻ പറ്റൂല പ്രിന്റ്. ഇങ്ങനെയാട്ടോ സാരി. 450 രൂപയ്ക്ക് നല്ലതല്ലേ. ഒരു ശകലം ജെറിയുണ്ട്. ഉടുക്കാനും നിഴലും അടിക്കില്ല. അതെ കണ്ടോ, നിഴലൊന്നും അടിക്കില്ല. 450 രൂപയുള്ളൂ. നല്ല കളർ ചാർട്ട് ഫ്ലോറൽ കൊണ്ടുവല്ലേ. നല്ല കളർ ചാർട്ട് ഫ്ലോറൽ കൊണ്ടുവ. 450-ക്കൊക്കെ നല്ല സാരി കേട്ടോ. ഈ ജെറി വർക്കൂടെ സെയിം കളറിൽ വന്ന കാരണം ഒരു നല്ലൊരു സ്റ്റാൻഡേർഡ് കൊണ്ട് ഒരു ആൻറ്റിക് ജെറി വർക്കല്ലേ. ഇപ്പം തിളക്കാമല്ലോ. ഇത്രയും വില കുറഞ്ഞാൽ ഇത്രയും അവർ ശ്രദ്ധിക്കണം അല്ലേ. വില കുറഞ്ഞ സാരിയിലാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കണമെന്ന്. ആ സെയിം ഒരു ആൻറ്റിക് ജെറി വർക്കൊക്കെ കൊടുക്കാൻ പാകത്തിനെ. കളർ ചാർട്ടും ഒക്കെ നല്ലതാട്ടോ. $450 സൂപ്പർ സാരിയാ. പെട്ടെന്ന് എടുത്തു. അപ്പോൾ എല്ലാവരും രേവതി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ കയറട്ടോ. എന്തോരം വെറൈറ്റി എന്നറിയാമോ. ഒത്തിരി വെറൈറ്റി. സ്വർണ്ണമായ ലോകം. സ്വർണ്ണത്തിൽ നമുക്കൊരു ഇതുപോലെ തന്നെ ഒരു വെറൈറ്റി കൊണ്ടുവന്നു. സാരികളും ഡ്രസ്സും പോലെയൊക്കെ. അപ്പം നമ്മൾ സെലക്ട് ചെയ്ത് അതെയോ, ഇതാട്ടോ ബ്ലൗസ് പീസ്. സോറി, ഇത് മുന്താണിയാണ്.
എനിക്ക് എടുത്തു തന്നതിൻ്റെ കുഴപ്പം. ഇത് അവരുടെ ഫോൾഡിങ് വന്നതിൻ്റെ പ്രോബ്ലം. ആ മുന്താണിയിൽ ഇങ്ങനെ ഒരു വരയുണ്ട്, ശരിയാട്ടോ. ഇതാ ഇങ്ങനെയാ. അപ്പം അടിപൊളി സാരി ആട്ടോ. ബ്ലൗസിന് തിരക്കി നടക്കണ്ട. അത് ഇങ്ങനെയാ വന്നെ. ബ്ലൗസ് പീസാണ് ഈ മുന്താണിയുടെ അരികത്ത് ഈ പ്ലെയിൻ ഇട്ടേക്കുന്നത്. ഞാൻ ഓർത്തത് എന്തൊരു മുന്താണി എന്ന് മനസ്സിൽ ഓർത്തായിരുന്നു. പിന്നെ സാരിയെ കുറ്റം പറയണമെന്ന് ഓർത്തു. എൻ്റെ മടക്ക് വിടത്താൻ പറ്റൂല. 450 ആണ്. ഇത് മുന്താണിയേലാട്ടം ബ്ലൗസ് അറ്റാച്ച് ചെയ്തേക്കണേ. ഇത് ഇനി അതെല്ലാം ഭയങ്കര പാടതിൻ്റെ ഫോൾഡിങ് അല്ലേ. ഇങ്ങനെ ഇങ്ങനെ 450 രൂപയ്ക്ക് സൂപ്പറാട്ടോ. ഇങ്ങനെയല്ലേ ബ്ലൗസ് പീസൊക്കെ. 450 രൂപയല്ലേ ആകെ വിലയുള്ളൂ. ഇനി നമ്മുടെ ലിനൻ സാരി കണ്ടാലോ. ലിനൻ പിന്നെ എന്നും കുന്നും ഫാഷനുമാണ്, എന്നും ആ സെയിം വിലയാണ്. 1299. എനിക്ക് ലിനൻ്റെ വില കാണാണ്ടറിയാം. ബ്ലൗസ് പീസ് ചെറിയ ഡിഫറൻസ് ഇല്ലേ? ഉണ്ട്. ഇതാ ബ്ലൗസ്. ഈ പ്രിൻ്റ് അല്ല, ഇത് നിറച്ചിങ്ങനെ ഒരു പ്രിൻ്റ് ഉണ്ട്. അരികത്ത് ഈ ബോർഡറും ഉണ്ട്. ഇതാണ് ബ്ലൗസ് പീസ്. 1299. പ്രിൻ്റ് ബ്ലൗസ് തന്നെയാണ്. പിന്നെ സുഖമാണോ ഉടുക്കാനൊക്കെ. പിന്നെ ഒരു സ്റ്റാൻഡേർഡാണ്. കോട്ടൺ സാരി എന്നെ പറഞ്ഞിരിക്കുന്നത് ഒട്ടിക്കിടക്കണ ഒരു പ്രിൻ്റ് സിൽക്കിൻ്റെ ഒരു ഗ്ലാമറും ഉണ്ട് കേട്ടോ. വില കുറവാണെങ്കിലും ആ ഒരു ലിനൻ സാരി ഉടുക്കുന്നവർക്കും ഒരു സുഖമാണ്. നല്ല എ സിയിലിരിക്കണ പോലെ, ചൂടുമില്ല. എനിക്കും അങ്ങനെ കുറേ കഴിയുമ്പോൾ ഇങ്ങനെ ചൂട് അടുത്ത വർഷം ഉണ്ടാകാണ്ടിരിക്കട്ടെ. ഉണ്ടായാലെല്ലാവരും ലിനൻ തുണിയൊക്കെ ആയിരിക്കും അടുത്ത വർഷത്തെ ഫാഷൻ. ചൂടിങ്ങനെ വരുമെങ്കിൽ ലിനൻ ഒക്കെ നമ്മുടെ പണ്ടത്തെ തോർത്തിട്ടൊക്കെ പോവുമോ ചൂട്ട്. തമാശയില്ല, ചിരിക്കാനൊന്നുമില്ല. എല്ലാം പഴയതൊക്കെ വന്നില്ല അതുപോലെ. അങ്ങനത്തെ അല്ലാണ്ട് എന്നെ ചെയ്യണേ. മനുഷ്യർക്ക് ഇങ്ങനെ ഗ്ലാമർ കണ്ടുകൊണ്ട് അത് ചൂട്. ഇനി എല്ലാവരും കുഞ്ഞ് നിക്കറൊക്കെ ആയിരിക്കും ഇരുന്നത്. ബിക്കിനി ഫാഷനാവും. ഇപ്പൊ ആദ്യ കാലത്ത് അങ്ങനെയല്ലായിരുന്നോ? ചുരിദാർ ഇട്ടപ്പോൾ ചുരിദാറിന്റെ ലെഗിൻസ് ഇടുന്ന പെണ്ണുങ്ങളെ പറ്റി എൻ്റെ അമ്മ അതിനായിരുന്നു കേരളത്തിലെ ആണെങ്കിൽ സമയമുള്ളൂ. എനിക്കത് കേൾക്കുമ്പോൾ രക്തം തിളയ്ക്കുക. ഞാനൊരു ഫെമിനിസ്റ്റ് അല്ല. എനിക്ക് ആണുങ്ങൾ കുറ്റം പറയാൻ ഇഷ്ടമല്ല. പെണ്ണുങ്ങൾ തന്നെ പറഞ്ഞാൽ പിന്നെയും പ്രോബ്ലം ഇല്ല. പക്ഷെ ഒരു പെണ്ണുങ്ങളെ കുറ്റം പറയാൻ ഇഷ്ടമല്ല. അത് കാരണം ഞാൻ എൻ്റെ 2 ചെറുക്കന്മാരോട് പറയുന്നു, ക്ലാസ്സിലുള്ള പെൺപിള്ളേരോ അയൽവക്കത്തെ പെൺപിള്ളേരെ പറ്റി എന്തേലും കുറ്റം പറഞ്ഞാൽ എൻ്റെ തനി സ്വഭാവം എന്നെ പേടിയാണ്. അത് കാരണം നമ്മുടെ വീട്ടിൽ പറയില്ലായിരുന്നു കേട്ടോ. അവരൊരു പെണ്ണുങ്ങളെ കുറ്റം പറഞ്ഞിട്ടില്ല. ആണുങ്ങളെ പറഞ്ഞാലും കുഴപ്പമില്ല. എനിക്ക് പെണ്ണുങ്ങളെ ആൺപിള്ളേർ പറഞ്ഞാൽ ശരിയാവുമല്ലോ. 1299. എല്ലാവരും പറയും ചേച്ചിയുടെ സ്വഭാവമൊന്നും ആ ചെറുക്കന്മാർക്ക് കിട്ടിയിട്ടില്ല. അതെങ്ങനെ കിട്ടി? നല്ല സ്വഭാവം എൻ്റെ പിള്ളേർക്കെന്ന് യേശുവിൻ്റെ കൃപയാൽ അങ്ങനെ കേൾക്കാനുള്ള ഭാഗ്യം യേശുവിനെ തന്നു. 2 പിള്ളേരെ എല്ലാവരും അങ്ങനെ പറയണം, എൻ്റെ സ്വഭാവം അല്ലെന്ന്. യേശുപ്പാ സ്തോത്രം. എൻ്റെ ദേഷ്യവും തുള്ളല്ലേ. അവർക്കൊക്കെ ഉണ്ടെന്നേ ആൾക്കാർ. ഞാനും ഇങ്ങനെ നാട്ടിലെല്ലാവർക്കും തന്നെ വലിയ ഇഷ്ടമാണേ. ഞങ്ങളുടെ കരയിലുള്ളവർക്ക് എപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കുമല്ലോ. വീട്ടിൽ വന്ന സ്വഭാവം മാറണമെങ്കിൽ. ഇപ്പം അതൊന്നുമില്ല കേട്ടോ. എന്നൊക്കെ പിശാച് കയറിയിരിക്കുകയല്ലേ. പ്രാർത്ഥന വന്നപ്പോൾ പരിശുദ്ധാത്മാവ് യേശപ്പൻ്റെ സ്വഭാവമാക്കി തന്നു. എവരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുമോ? യേശപ്പൻ്റെ സ്വഭാവമാക്കി തന്നു. ലഭിക്കുന്നതിന് മുമ്പ് നീ ലഭിച്ചു എന്ന് വിശ്വസിപ്പിയും നിനക്ക് ലഭിച്ചിരിക്കുന്നു. ഞാൻ അത് തന്നെ വിശ്വസിക്കുക. എനിക്ക് പരിശുദ്ധാത്മാവ് എന്നെ യേശപ്പൻ്റെ സ്വഭാവമാക്കി മാറ്റും. പരിശുദ്ധാത്മാവ് മതിയായവൻ. ഇത് കണ്ടോട്ടെ, നിൻ്റെ വർത്താനത്തെ മാത്രം ശ്രദ്ധിക്കരുത്. സാരി എടുക്കണം, വർത്താനവും ശ്രദ്ധിക്കണം. യേശുവിൻ്റെ കാര്യം പറഞ്ഞാൽ എപ്പോഴും ശ്രദ്ധിച്ചു. എനിക്കിനി ഫ്രൂട്ട്സ് മരമൊക്കെ നടാനുണ്ട്. കുറേ സ്ഥലം മരമൊക്കെ വെട്ടി വെച്ചേക്കുക. മഴയൊക്കെ പെയ്തു തുടങ്ങി. നല്ല ഫ്രൂട്ട്സ് മരമൊക്കെ എവിടെ കിട്ടുമെന്ന് നിങ്ങളൊന്ന് പറയണം കേട്ടോ. നേഴ്സറി നല്ല ഫ്രൂട്ട്സ് മരം
ചക്കപ്പഴമൊക്കെ നടാൻ പോണേ. ചക്കയൊക്കെ ഉണ്ട്, കൂഴച്ചക്ക ഒന്നും ഇല്ലായിരുന്നു. കൂഴച്ചക്കയുടെ ബഡ്. പിന്നെ 1.5 വർഷം കായ്ക്കണം മാവ്. മാവ് കണ്ടിട്ട് ഇതുവരെ കാച്ചുള്ള 7-8 മാവുണ്ട് എനിക്ക്. അടിപൊളി സംഭവമായിട്ട് നല്ല ലീനൻ. പിന്നെ നല്ല ഫ്രൂട്ട്സിൻ്റെ മരത്തിൻ്റെ പേരൊക്കെ പറഞ്ഞു ഞാൻ കേട്ടോ. ചിലതൊക്കെ നട്ടിട്ടുണ്ടായിട്ട് കൊടും പുളി. എനിക്ക് പുളിയുള്ളൊരു സാധനം ഇഷ്ടമല്ല. കുഞ്ഞോലും ഇഷ്ടമാണ്. പറിച്ചിലൊന്നും തിന്നൂല. പിന്നെ കാണിക്കാനതേ പൗലോ കുഞ്ഞിനെ പുളിയാ ഇഷ്ടം എന്നാണ് അവള് പറയണത്. ഞാനും ഉണ്ണിക്കുട്ടനൊക്കെ മധുരത്തിൻ്റെ ആണ്. ഇത് വേറെ. ഇനി മഴസാരി കൊണ്ടുപോകുന്നില്ലെന്നുള്ള വിഷമം വേണ്ട. ഇത് നോക്കി, സൂപ്പർ. ഇത് നെള്ളും അടിക്കില്ല. ജോർജറ്റാണോ? ജോർജറ്റ് പോലെയൊക്കെ ഇരിക്കണം. ഒരു ക്രഷ്ഡ് സിൽക്ക് പോലെ. ക്രഷ്ഡ് ഇങ്ങനെ ക്രഷ്ഡ് മെറ്റീരിയലാണ്. പ്ലെയിൻ അങ്ങനെ ജോർജറ്റ് അല്ല. നല്ല ഫ്ലോറൽ പ്രിൻ്റ്. വലിയ വിലയില്ലല്ലോ. എന്നാ വില? 390 രൂപയേ ഉള്ളൂ. 390 രൂപയേ ഉള്ളൂ. എന്ത് രസമുള്ള ഒരു ഫ്ലോറൽ പ്രിൻ്റുകളൊക്കെയാണ്. ബ്ലൗസൊക്കെ എന്നതാ കൂടി. ആ ബ്ലൗസൊക്കെ അടിപൊളിയാട്ടോ. ഈ പ്രിൻ്റൊക്കെ ഈ വില കുറയുന്നതോറും ഗ്ലാമർ കൂടുമെന്നൊക്കെ സംശയം. അവർക്ക് ഈ ശ്രദ്ധ വില കൂടിയ സാരികൾ ചെയ്താൽ എന്താണെന്ന് ഞാൻ എപ്പോഴും ഓർക്കും. അടിപൊളി കളേഴ്സ്. 399 അല്ലേ? ഈ പ്രിൻ്റ് തന്നെയാട്ട ബ്ലൗസ് പീസ്. 399 രൂപയേ ഉള്ളൂ. ഇത് ഒരു മഞ്ഞ ഡിസൈൻ പോലെ ഇതിൽ കയറി വന്നിട്ടുണ്ട് കേട്ടോ. എല്ലാത്തിലും ഉണ്ട്. എല്ലാ സെറ്റ് സാരിയിലും ഉണ്ട്. ഒരു മഞ്ഞ പോലെ ചെറിയൊരു ഡിസൈൻ കയറി വരുന്നുണ്ട്. വിലയാകെ 399 രൂപയുള്ളൂ. 99 ഇല്ല, 390. നമുക്ക് നമ്മുടെ പ്രിയപ്പെട്ട കാന്താവർക്കിൻ്റെ സാരി കാണാം. നമുക്ക് മഴക്കാലത്തും വേനൽക്കാലത്ത് ഏത് സമയത്ത് യൂസ് ചെയ്യാൻ പറ്റിയ സൂപ്പർ സംഭവം. 1199 അല്ലേ? 1199. അടിപൊളി സംഭവം. ബ്ലൗസ് പീസ് ഇങ്ങനെ ബോർഡർ കയ്യിലരികത്ത് ഹാൻഡ് വർക്കാട്ടോ. കഴിയുക സോഫ്റ്റ് ആവും. ഇതുപോലെ ഇച്ചിരി സ്റ്റിഫായിട്ടിരിക്കണം. സ്റ്റിഫ് ആശയം പിഴിഞ്ഞാൽ മതി. നല്ല സൂപ്പർ കംപ്ലീറ്റ് ഹാൻഡ് വർക്കാണ്. സൂപ്പർ സംഭവങ്ങളാണ്. 1199 ഉള്ളൂ. ഉടുത്ത് കണ്ടാൽ ഭയങ്കര രസമാട്ടോ. കാന്താ വർക്കിൻ്റെ സാരിയുടെ ഗുണം ആരെടുത്താലും മെറ്റീരിയലും ഇഷ്ടപ്പെടും, ഉടുത്താലും നല്ല ഭംഗിയാണ്. പ്ലെയിൻ ബ്ലൗസ് പീസ് വിത്ത് ബോർഡറാണ്. കംപ്ലീറ്റ് ഹാൻഡ് വർക്കുമാണ്. പിന്നെ ഇത് ഒന്നെടുത്ത് കഴിയുമ്പോഴത്തേനും സോഫ്റ്റ് ആകും. ഇതുപോലെ സ്റ്റിഫാണെങ്കിൽ സ്റ്റിഫ് ആൻഡ് ഷൈൻ പിഴിഞ്ഞാൽ മതി. ഒത്തിരി കളേഴ്സ് ഉണ്ട്. എനിക്ക് വേണം നമ്മൾ ഏറ്റവും അധികം സാരി വിൽക്കണ സാരി കാന്താ വർക്കാണ്. നമ്മുടെ അടുത്ത് എപ്പോഴും ഫുൾക്കാരിയൊക്കെ നമ്മൾ റണ്ണിങ്ങിൽ ഏറ്റവും അധികം വിൽക്കണമെന്ന് പറഞ്ഞ പോലെ കാന്താ വർക്കിൻ്റെ സാരി വെച്ച് എപ്പോഴും ആൾക്കാർ വരും. എപ്പോഴും ഇതുകൂടെ കാണും. ഡീലർമാരുടെ കയ്യിൽ കാന്താ വർക്ക് വരുമ്പോഴും അവരും പെട്ടെന്ന് തന്നെ വിളിക്കും. ഇത് പിന്നെ പെട്ടെന്ന് വിറ്റ് പോകണ കാരണം നമുക്ക് എടുക്കാനും സമാധാനമുണ്ട്. പിന്നെ എടുത്ത മനുഷ്യർക്ക് ഒരു അസറ്റും. പിന്നെ നിങ്ങൾ ഗോൾഡിൻ്റെ സ്കീമിൻ്റെ കാര്യം മറക്കരുത്. സ്വർണത്തിനൊക്കെ വില കയറുമ്പോൾ ഒരു സ്കീം കൂടിയിട്ടുണ്ടല്ലോ എന്ന് ഓർത്തെങ്കിലും ആശ്വസിക്കാം കേട്ടോ. എന്നായാലും സ്വർണത്തിന് വില കൂടുമെന്നാണ് എല്ലാവരും പറയുന്നത്. വില കൂടിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ പറഞ്ഞില്ലേ, ലിക്വിഡ് അസറ്റായിട്ട് ആൾക്കാർ ഇപ്പോൾ സ്വർണത്തിനെ കാണണേ. അല്ലാണ്ട് പെമ്മക്കളെ കെട്ടിച്ചു വിടാൻ. ഇപ്പം കണ്ടില്ലേ, ഇന്നാൾ കണ്ടില്ലേ സ്ത്രീധന പ്രശ്നം. നമ്മൾ ഇങ്ങനെ ഈ പെമ്മക്കളെ കെട്ടിച്ചു വിടാൻ കുറേ സ്വർണം കൊടുത്ത് വിടും. എന്നിട്ട് ആ സ്വർണം കൊണ്ടുപോയി പണയം വയ്ക്കുക, അല്ലെങ്കിൽ മേടിച്ചെടുക്കുക, അടിയും ബഹളം. സ്വർണം നമുക്ക് ഒരു അസറ്റായിട്ട് നമ്മൾ കാവറിനെ ഇടാനും, അല്ലാണ്ട് സ്വർണം അവർക്ക് കൊടുത്തു വിടുകയൊന്നും വേണ്ട ആർക്കും. എന്തിനാ എപ്പോഴും നമ്മൾ ഓർക്കും. ഈ സ്ത്രീധനം എല്ലാ തോണയും വരുമ്പോഴും ഞാൻ എപ്പോഴും ഓർക്കും, നമ്മുടെ കുടുംബത്തിൽ തന്നെയാണ് സ്ത്രീധനത്തിന് എതിരായിട്ട് ആദ്യത്തെ നിയമങ്ങൾ നടക്കേണ്ടത്. നമുക്ക് എത്ര 3 മക്കളുണ്ടോ,
3 മക്കൾക്ക് ജനിക്കുമ്പോൾ മുതൽ പറയണം, നമ്മുടെ കാലശേഷം തുല്യമായിട്ട് ഞങ്ങൾക്കുള്ള മുതൽ നിങ്ങൾക്കാണ്. മക്കളോട് 3 പേരോട് പറയണം, മക്കളെ തിരിച്ചുവേദം കാണിക്കരുത്. ദൈവം അങ്ങനെ കാണിക്കണില്ലോ, മുഖപക്ഷം ദൈവത്തിനില്ല, നമുക്കും കാണിക്കരുത്. അപ്പോൾ മകളെ കെട്ടിച്ചു വിട്ടു. എന്നതിനെ കെട്ടിച്ചു വിടണേ? അവിടെ നിന്ന് ഒഴിവാക്കി വിടുക. ചെന്ന വീട്ടിലും വിലയില്ല, ഇവിടെ വിരുന്നുകാരിയായി, അവിടെ വന്നു കയറിയവളായി, ഇവിടുന്ന് പറഞ്ഞു വിട്ടവളായി. ഒരു പെണ്ണിൻ്റെ അവസ്ഥ എന്ത് ശോചനീയാണ്. അവനവൻ്റെ വീട്ടിലൊരു കയറി ചെന്നില്ല, പിന്നെ വിരുന്നുകാരി എപ്പോൾ പോവും, പിന്നെ എന്നെ അവിടുന്ന് വന്ന് നിൽക്കണേ, എന്തെല്ലാം ചോദിക്കുക. ആ പിള്ളേർ ഒരു ജോലി ആകണം വരെ ഒരു പെണ്ണിൻ്റെ അവസ്ഥ തന്നെ. ആ വീട്ടിൽ വല്ല വിലയുണ്ടോ? വന്നു കയറിയത്. ഈ വീട്ടിൽ പറഞ്ഞു വിട്ടവള്. ഇത് എന്തിനാന്ന് അങ്ങനെ പറഞ്ഞു പറഞ്ഞേ? ആ മക്കളെ അങ്ങനെ ആരും പറഞ്ഞു പറഞ്ഞല്ലോ. അപ്പോൾ ആ മക്കളെ പോലെ നിങ്ങൾ പെൺമക്കളെ കരുതിക്ക്. നമ്മളങ്ങനെ നമ്മുടെ കുടുംബത്തിലൊരു ഇതുണ്ടാക്കുക. അപ്പം നമ്മൾക്ക് സ്ത്രീധനം ഒന്നും ഒരിടത്തും ആരും ഉപദ്രവിക്കില്ല. ആ പെൺപിള്ളേരുടെ അവസ്ഥ നിങ്ങൾ ഓർക്കണ്ട. കെട്ടിച്ചു വിട്ട് കഴിഞ്ഞാൽ പിന്നെ എന്ത് കഷ്ടപ്പാടാണ്. എൻ്റെ കണ്ടുപിടുത്തം ഇതാട്ടോ. അവനവൻ്റെ കുടുംബത്തിൽ അവനവൻ്റെ അമ്മയും അപ്പനും ആദ്യം തീരുമാനം എടുക്കണം. എനിക്ക് എത്ര മക്കളാണോ ആ മക്കൾക്ക് തുല്യമായിട്ട് ഞാൻ എപ്പോഴും എൻ്റെ പിള്ളേരോട് പറയും, 1 രൂപയുണ്ടെങ്കിൽ 2 പേർക്ക് എൻ്റെ കാലശേഷം കിട്ടുള്ളൂ എന്ന് പറഞ്ഞാൽ ഞാൻ മരിച്ചോളെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചേക്കരുത്. 2 പേർക്ക് 50 വയസ്സ് വെച്ച് 1 രൂപയുണ്ടെങ്കിൽ അങ്ങനെ തരുള്ളൂ. ആർക്കും കൂടുതലും ഇല്ല കുറവുമില്ല. ഞാൻ 1 രൂപ ഉണ്ടാക്കിയാൽ തുല്യമായിട്ടുള്ളൂ. മക്കൾക്കുള്ള തിരിച്ചുവേദം കാണിച്ചെനിക്ക് മക്കളെ അങ്ങനെയല്ല. അവനവനും കഴിവുള്ളതനുസരിച്ച് അവനവൻ പണിയെടുത്തുണ്ടാക്കുക. എനിക്കിപ്പോൾ ഒരു മകനെ ഇങ്ങനെ പൈസ കൊടുത്ത് വലിയ ആളാക്കാനൊന്നും എനിക്ക് പറ്റൂല. ദൈവത്തിനെ ആശ്രയിച്ച് അവനവൻ മിടുക്കറായിക്കൊള്ളുക. ഒരാൾ മിടുക്കണം, ഒരാൾ മിടുക്ക് കുറവാണെങ്കിൽ നമ്മൾ മിടുക്കൻ്റെ കുറവുള്ളവനെ അതൊന്നും നമുക്ക് ആക്കാൻ പറ്റില്ല. എൻ്റെ കൃപ നിനക്ക് മതി, നിൻ്റെ ബലഹീനതയെ ഓർത്ത് നീ വിഷമിക്കേണ്ട, എൻ്റെ കൃപ നിനക്ക് മതി എന്ന് പറഞ്ഞ യേശുപ്പൻ്റെ പരിശുദ്ധാത്മാവിനെ ആശ്രയിച്ച് മിടുക്കനായിക്കൊള്ളുക. ഞാനൊക്കെ അങ്ങനെയാണ്. എനിക്ക് മിടുക്കില്ലെന്ന് എനിക്ക് നേരത്തെ അറിയാമോ. അത് കാരണം മിടുക്കനായ യേശുപ്പൻ്റെ കൂടെ നടക്കുക, അത് നമ്മൾ മിടുക്കിയാവും. നല്ലല്ലോ കേട്ടോ. മുല്ലപ്പൂമ്പടിയേറ്റ് കിടക്കും കല്ലിനുമുണ്ട് സൗരഭ്യം. അപ്പോൾ യേശപ്പൻ്റെ കൂടെ നടന്ന ആ സ്വഭാവമൊക്കെ ആയാൽ നമ്മൾ രക്ഷപ്പെട്ടു പോയില്ലേ. എത്ര മിനിറ്റായി? അത്രയും മിനിറ്റായോ? ഇത്രയും നേരം മിണ്ടാടി ചിലക്കണേ എന്നെ ഒന്ന് സമ്മതിക്കണ്ടേ. എത്ര കോട്ടൺ സാരി ഒന്നും കാണിച്ചില്ല അല്ലേ? എന്നാൽ കോട്ടൺ സാരിയുടെ കാണിക്കാം. കോട്ടൺ സാരി നല്ല പ്യുവർ കോട്ടൺ ആട്ടോ, ഒരു മിക്സിങ്ങും ഇല്ലാത്ത കോട്ടണാണ്. 27 മിനിറ്റ് ആയിരുന്നു. പെട്ടെന്ന് കയറി 499 രൂപയുള്ളൂ കേട്ടോ. പെട്ടെന്ന് തീരും കേട്ടോ, പെട്ടെന്ന് എടുത്തോ. 499 ഉള്ളൂ. $499. പെട്ടെന്ന് എടുത്തോട്ടോ. മഴ പെയ്തു നമുക്ക് കോട്ടൺ സാരിക്ക് എപ്പോഴും കോട്ടൺ സാരിയുടെ ഇതുണ്ട്. എല്ലാവരും കോട്ടൺ സാരി ഉടുക്കുന്നവർ ഉഴുക്കൻ സാരി ഉടുക്കുമല്ലോ. അപ്പോൾ പെട്ടെന്ന് നമുക്ക് കോട്ടൺ സാരിക്ക് ഭയങ്കര മൂവിങ്ങാണ്. വലിയ വിലയുടെയിനല്ല, വില കുറഞ്ഞതിന്. വില കൂടിയത് ചിലവാകുമായിരിക്കും. ഞാൻ മടിച്ചായിട്ടാണ് കോട്ടൺ സാരി എടുക്കാൻ. കോട്ടൺ സാരി കൊണ്ടുവന്നപ്പോൾ നല്ല മൂവിങ് ആയത് കാരണമാണ് നമ്മൾ തരൂരിൽ നിന്ന് ഈ സൈസൊക്കെ പെട്ടെന്ന് എടുക്കണം. ബ്ലൗസ് പീസ് പ്രിൻ്റഡ് ആട്ടോ. യേശപ്പ രോഗിക്ക് രോഗസൗഖ്യം കിട്ടട്ടെ. ഇവരുടെ ഈ ഒച്ച കേൾക്കുമ്പോൾ എൻ്റെ അമ്മയെ പേടിച്ചു പോകും. വണ്ടി നമ്മൾ ഓടിക്കുമ്പോൾ ഇവിടെ ഒച്ചയൊന്നും കേൾപ്പിക്കരുതല്ലേ. എന്ത് ചെയ്യും? നല്ല വണ്ടി ഒതുക്കി ആൾക്കാരെ കൊണ്ടുപോകാൻ പറ്റുള്ളൂ അല്ലേ രോഗികളെ. യേശപ്പൻ്റെ നാമത്തിൽ പൂർണ്ണ സൗഖ്യം കിട്ടാട്ടെ കൊണ്ടുപോകണം രോഗിക്ക്. അപ്പോൾ ഈ വീഡിയോ ഇട്ടിട്ട് പോലെ ഒന്ന് പുതിയതായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം. ഇൻസ്റ്റാ, യൂട്യൂബ്, ഫേസ്ബുക്ക് ഒത്തിരി ദൗത്യമാണ്. രേവതി വെഡ്ഡിങ്ങും വേണം, രേവതി ഗോൾഡും വേണം. ഇങ്ങനെ കുത്തുക. യേശപ്പൻ്റെ കൃപയാലും നിങ്ങളാ സ്വർണ്ണ നാണയം കിട്ടണം, ഭാഗ്യശാലി ആകട്ടെ. അപ്പോൾ ഈ വീഡിയോ കണ്ടുപിടിക്കണ എല്ലാവരും യേശപ്പനെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.